ഈ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെക്കലൈസ് മെത്തേഡിൻ്റെ നെക്സ്റ്റ് പ്രോബ്ലം. സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എ ബീം ഓഫ് ലെങ്ത് 8 meter simply supported at its ends. It carries a UDL of 40 kilonewton per meter as shown in figure. Determine the deflection of the beam at its midpoint and also the position of maximum deflection. Take E is equal to 2 into 10 power 5 Newton per mm square and I is equal to 4.3 into 10 power 8 mm power 4. So ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ സ്പാൻ ലെങ്ത് 8 meters. അതിനകത്തൊരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ചെയ്യുന്നു. അതിന്റെ ലോഡ് വാല്യൂ 40 kilonewton per meter. അപ്പോൾ അത് ഫുൾ ലെങ്ത് ആക്ട് ചെയ്യുന്നില്ല. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അറ്റ് എ ഡിസ്റ്റൻസ് 1 meter ഫ്രം എ പോയിന്റ്, എൻഡ് ചെയ്യുന്നത് 3 meter ഡിസ്റ്റൻസ് ഫ്രം ബി പോയിന്റ്. 40 kilonewton per meter യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ടിങ് അറ്റ് എ സ്പാൻ ഓഫ് 4 meters. ഈ ഫിഗർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം? ഡിറ്റർമൈൻ ദ ഡിഫ്ലക്ഷൻ ഓഫ് ദ ബീം അറ്റ് ഇറ്റ്സ് മിഡ് പോയിന്റ്. അപ്പോൾ ഡിഫ്ലക്ഷൻ ഓഫ് ദ ബീം അറ്റ് ഇറ്റ്സ് മിഡ് പോയിന്റ് നമുക്ക് ടോട്ടൽ ലെങ്ത് എത്രയാണ് വരുന്നത്? 1 + 4 5, 5 + 3 8. അപ്പോൾ അറ്റ് എ ഡിസ്റ്റൻസ്, അപ്പോൾ ടോട്ടൽ ലെങ്ത് 8 meters. 8ന്റെ ഹാഫ് എത്രയാ? 4 meters. അപ്പോൾ അറ്റ് എ ഡിസ്റ്റൻസ് 4 meter ഫ്രം എ, അപ്പോൾ ബി ന്ന് 4 meter. നമുക്ക് മിഡ് പോയിന്റിന്റെ ഡിഫ്ലക്ഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയതുകൊണ്ട് ഫസ്റ്റ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയതുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് സപ്പോർട്ട് റിയാക്ഷൻ ആണ്. നമുക്ക് സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ 2 സപ്പോർട്ട്സ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? റിയാക്ഷൻ അറ്റ് എ ആൻഡ് റിയാക്ഷൻ അറ്റ് ബി. അപ്പോൾ റിയാക്ഷൻ അറ്റ് എയും റിയാക്ഷൻ അറ്റ് ബിയും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എത്ര ഇക്വേഷൻസ് ഉണ്ട്? നമുക്ക് 3 ഇക്വിലിബ്രിയം ഇക്വേഷൻ ഉണ്ട്. ഇക്വിലിബ്രിയം ഇക്വേഷൻ ഏതൊക്കെയായിരുന്നു? സിഗ്മ എച്ച് ഈസ് ഈക്വൽ ടു 0, സിഗ്മ വി ഈസ് ഈക്വൽ ടു 0 ആൻഡ് സിഗ്മ എം ഈസ് ഈക്വൽ ടു 0. അപ്പോൾ സിഗ്മ എച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ സം ഓഫ് ഓൾ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ആർ ഈക്വൽ ടു 0. Sigma V is equal to 0 എന്ന് വെച്ചാൽ sum of all vertical forces are equal to 0 and sigma M is equal to 0 എന്ന് വെച്ചാൽ sum of all moments are equal to 0. നമുക്ക് തന്നേക്കുന്ന ബീമില് ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഒന്നുമില്ല, അതുകൊണ്ട് ഈ ഒരു ഇക്വിലിബ്രിയം ഇക്വേഷൻ നമുക്ക് ആവശ്യമില്ല. ഇനി അടുത്ത് അപ്ലൈ ചെയ്യാൻ പോകുന്നത് സിഗ്മ വി ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻ ആണ്. That means sum of all vertical forces acting on the beam is equal to 0. ഇവിടെയുള്ള vertical force എന്തൊക്കെയാണ്? സപ്പോർട്ട് എയിൽ ഒരു vertical reaction RA, സപ്പോർട്ട് ബിയിൽ ഒരു vertical reaction RB. അപ്പോൾ ഈ രണ്ടും എന്താണ്? മുകളിലേക്കാണ് ആക്ട് ചെയ്യുന്നത്, അപ്വേർഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. 40 kilonewton per meter UDL ഡൗൺവേർഡ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡൗൺവേർഡ് ഫോഴ്സ് നെഗറ്റീവും അപ്വേർഡ് ഫോഴ്സ് പോസിറ്റീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇക്വേഷൻ എന്ത് വരും? സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സസ് ആർ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ആർ എ പ്ലസ് ആർ ബി മൈനസ് ഈ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ പോയിന്റ് ലോഡ് ആക്കണം. പോയിന്റ് ലോഡ് ആക്കാനായിട്ട് എന്താ ചെയ്യുക? ഈ ലോഡിന്റെ വാല്യൂ 40 kilonewton per meter എന്ന് വെച്ചാൽ 1 മീറ്ററിൽ 40 kilonewton ലോഡ് ആക്ട് ചെയ്യുന്നു. അപ്പോൾ പോയിന്റ് ലോഡ് ആക്കാനായിട്ട് നമ്മുടെ ലോഡ് വാല്യൂ എന്ന് പറയുമ്പോൾ 40. ആ 40യെ നമ്മുടെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എത്ര ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്നു അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് 4 meter ലെങ്തിൽ ആക്ട് ചെയ്യുന്നു. അപ്പോൾ therefore 40 into 4 160. അപ്പോൾ നമുക്ക് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ആ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ പോയിന്റ് ലോഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇനി നമുക്ക് സിഗ്മ ബി ഈസ് ഈക്വൽ ടു 0 എന്ന ഇക്വേഷൻ നോക്കാം. എന്ത് വരും? ആർ എ ആർ ബി അപ്വേർഡ്സ് ആയതുകൊണ്ട് ആർ എ പ്ലസ് ആർ ബി മൈനസ് 40 into 4 ഈസ് ഈക്വൽ ടു 0. അതായിരിക്കും സിഗ്മ വിയുടെ ഇക്വേഷൻ.
RA plus RB minus 40 into 4 ഇപ്പുറത്തേക്ക് എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് is equal to 40 into 4 എന്ന് വന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റിലേക്ക് കിട്ടുന്ന ഇക്വേഷൻ. അടുത്ത എന്താ ചെയ്യേണ്ടത്? ഈ 40 into 4 എന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി RA plus RB is equal to 160. നമ്മൾ അടുത്ത ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ആണ്. സിഗ്മ MA is equal to 0. That means sum of all moments acting at a point is equal to 0. ഇനി എന്ത് ചെയ്താൽ മതി? നമുക്ക് മൊമെന്റിന്റെ ഇക്വേഷൻ എഴുതുക. മൊമെന്റ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? മൊമെന്റ് is equal to force into perpendicular distance. Moment is equal to force into perpendicular distance. നമ്മൾ എടുത്തിരിക്കുന്ന ഇക്വേഷൻ sum of moment about a point is equal to 0. ഈ തന്നിരിക്കുന്ന ബീമിൽ നമുക്ക് എത്ര ഫോഴ്സ് ഉണ്ട്? ഇവിടെ ഒരു റിയാക്ഷൻ RA ഉണ്ട്, ഒരു 40 കിലോ ന്യൂട്ടൺ ഉണ്ട്, RB എന്നും പറഞ്ഞൊരു ഫോഴ്സ് ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് മൊമെന്റ് അബൌട്ട് എ കൺസിഡർ ചെയ്താൽ മതി. മൊമെന്റ് അബൌട്ട് എയുടെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് ഫോഴ്സേ ഉള്ളൂ. മൊമെന്റിന്റെ ഇക്വേഷൻ ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നോക്കി യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എടുക്കാം. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിന്റെ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ അതിനെ പോയിന്റ് ലോഡ് ആക്കണം. പോയിന്റ് ലോഡ് ആക്കുമ്പോൾ നമുക്ക് കിട്ടിയായിരുന്നു 40 into 4 160. ഇനി ഈ പോയിന്റ് ലോഡ് എവിടെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്? ഈ C to D ഡിസ്റ്റൻസിന്റെ സെന്റർ. എത്ര സ്പാനിലാണ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ചെയ്യുന്നത്? അതിന്റെ സെന്ററിലായിരിക്കും പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നത്. ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് എ. അപ്പോൾ ഇതിന് നമ്മൾ 160 കിലോ ന്യൂട്ടൺ ആക്കി. ഇനി എന്താ വേണ്ടേ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണം. അപ്പോൾ 160 എന്ന് പറഞ്ഞത് ലോഡിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്. അതെന്ത് വരും? ഇത്രയും 1. അപ്പോൾ ഇത് 2. അപ്പോൾ 160 into 3 ആയിരിക്കും വരുന്നത്. ഇനി ഇതിന്റെ സൈൻ കൺവെൻഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഈ 160 എന്ന് പറഞ്ഞത് ഇവിടെ വന്ന് സ്ട്രൈക്ക് ചെയ്യുവാണ്. സ്ട്രൈക്ക് ചെയ്യുമ്പം എ എന്ന് പറഞ്ഞ പോയിന്റ് എങ്ങനെ ആയിരിക്കും ബെൻഡ് ചെയ്യുന്നത്? പുറത്തേക്ക് ബെൻഡ് ചെയ്യുക. ഇങ്ങനെ ഇടിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ബെൻഡ് ചെയ്യുന്നത്. അങ്ങനെ ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇതിന് പറയുന്നത് ഹോഗിങ്. അപ്പോൾ നമ്മുടെ മൊമെന്റ് അബൌട്ട് എ is equal to 0 ഇക്വേഷൻ വരുമ്പോൾ -160 into പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 3. ഇനി അടുത്ത ഏതാ ഉള്ളത്? നമുക്ക് ഈ RB എന്ന് പറഞ്ഞ ലോഡാണ് സപ്പോർട്ട് ആണ് ഉള്ളത്. RB എന്ന് പറഞ്ഞ സപ്പോർട്ട്. RBയുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഇതാണ് ഡിസ്റ്റൻസ്. 3 + 4 7 + 1 8. അപ്പോൾ RBയുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 8. ഇനി അതെങ്ങനെ RB എങ്ങനെ ആക്ട് ചെയ്യും? RB ഇതാ ഈ രീതിയിൽ വന്ന് ഇവിടെ സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ ഈ ബീം എങ്ങനെ ആയിരിക്കും ബെൻഡ് ചെയ്യുക? ബീം ഇങ്ങനെ താഴത്തേക്ക് ബെൻഡ് ചെയ്യും. താഴത്തേക്ക് ബെൻഡ് ചെയ്താൽ അത് പോസിറ്റീവ് ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? RB into 8 അത് പോസിറ്റീവ് ആണ്. is equal to 0. നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് നോക്കാം. ദാണ്ടേ 40 into 4 into 3 minus RB into 8. ഇവിടെ സൈൻ തിരിച്ചു കൊടുത്തേക്കുന്നേ ഉള്ളൂ. ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്. is equal to 0. ഇപ്പോൾ നമ്മൾ സൈൻ കൺവെൻഷൻ തിരിച്ചെടുത്താലും ആൻസർ സെയിം തന്നെ ആയിരിക്കും വന്നിരിക്കുന്നത്. ഇവിടെ സൈൻ കൺവെൻഷൻ തിരിച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ എടുക്കേണ്ട സൈൻ കൺവെൻഷൻ ഇങ്ങനെയാണ്. സാഗിങ് ആണ് കോസ് ചെയ്യുന്നതെങ്കിൽ, മൊമെന്റിന്റെ എഫക്റ്റ് കൊണ്ട് സാഗിങ് കോസ് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് മൊമെന്റ്. ഇനി ഹോഗിങ് ആണ് കോസ് ചെയ്യുന്നതെങ്കിൽ, മൊമെന്റ് ആക്ട് ചെയ്യുമ്പോൾ ബീം ഇങ്ങനെ ഹോഗ് ചെയ്യുവാണെങ്കിൽ അവിടെ നെഗറ്റീവ് മൊമെന്റ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് വാല്യൂ, ഇവിടെ പോസിറ്റീവ് വാല്യൂ ആണ്. is equal to 0. അപ്പോൾ നമുക്ക് RBയുടെ വാല്യൂ കിട്ടും 60 കിലോ ന്യൂട്ടൺ. ഇനി ഈ 60 കിലോ ന്യൂട്ടൺ കൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് RAയുടെ വാല്യൂ കിട്ടും. RA is equal to 100 കിലോ ന്യൂട്ടൺ. അപ്പോൾ നമുക്ക് സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. നമുക്കൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം തന്നിട്ട് അതിന്റെ ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നതെങ്കിൽ ആദ്യമേ അതിന്റെ സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യണം.
അതിനുശേഷമേ ബാക്കി ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഡിഫ്ലക്ഷൻ്റെ സ്റ്റെപ്പിലേക്ക് പോകാവുള്ളൂ. ഇനി നമ്മൾ സപ്പോർട്ട് റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് പ്രൊസീജിയർ കഴിഞ്ഞു. ഇനി അടുത്ത എന്ത് ചെയ്യണ്ടേ? നമുക്കൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. മൊമെന്റ് ഈസ് ഈക്വൽ ടു m ഈസ് ഈക്വൽ ടു EI ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ പഠിച്ചു. m ഈസ് ഈക്വൽ ടു EI ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. m ഈസ് ഈക്വൽ ടു EI ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഈ ഇക്വേഷനകത്ത് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെയായിരുന്നു മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? നമുക്ക് തന്നേക്കുന്ന ബീമിനെ ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും? അത് ബീമിൽ ലോഡ് ആക്ട് ചെയ്യുന്ന കണക്കാണ് നമ്മൾ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എന്താണ് A to B എന്നും പറഞ്ഞൊരു സ്പാനാണ് ഉള്ളത്. A to B. ഈ A to Bയിൽ ദാണ്ട് C to D എന്ന് പറഞ്ഞ പോർഷനിലാണ് നമുക്ക് ലോഡ് ഉള്ളൂ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ബീമിനെ നമുക്ക് 3 പാർട്ടാക്കാം. A to C ഒരു പറഞ്ഞു വെച്ചാൽ ഈ സപ്പോർട്ട് റിയാക്ഷൻ കൊണ്ടുണ്ടാകുന്ന എഫക്റ്റ് ഇത്രയും സ്ഥലങ്ങളിൽ സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് A to C എന്ന് പറഞ്ഞതിനെ ഒരു പാർട്ടാക്കുന്നത്. ഇത്രയും ഭാഗത്ത് എന്തായിരിക്കും? ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും ഒക്കെ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ A to C ഒരു പാർട്ട്. ഇനി അടുത്തത് C to D അടുത്ത സെക്കൻഡ് പാർട്ട്. C to D ഒരു പാർട്ടാക്കാന്ന് വെച്ചാൽ C മുതൽ D വരെ എല്ലാ വാല്യൂസും കോൺസ്റ്റന്റ് ആയിരിക്കും. ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സും ഡിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ എല്ലാ മൊമെന്റിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും ഈ പറയുന്ന പോർഷനിൽ. ഇനി അടുത്തത് തേർഡ് പാർട്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ട്, ഇത് സെക്കൻഡ് പാർട്ട്, ഇത് തേർഡ് പാർട്ട്. ഇനി നമുക്ക് എന്തായിരുന്നു ചെയ്യേണ്ടത്? മൊമെന്റ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്തായിരുന്നു? EI ഡി സ്ക്വയർ y by dx സ്ക്വയർ. ഇനി നമുക്കിതിനെ ഈ ബീമിനകത്ത് ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യണം. ആ സെക്ഷൻ എവിടെ ആയിരുന്നു എടുക്കുന്നത്? ആ സെക്ഷൻ എടുക്കുന്നത് ലാസ്റ്റ് സ്പാനിലാണ്, ലാസ്റ്റ് പാർട്ടിലാണ് എടുക്കുന്നത്. ഇവിടെയുള്ള ലാസ്റ്റ് പാർട്ട് ഏതാണ്? DB എന്ന് പറഞ്ഞ പാർട്ടാണ്. അപ്പോൾ ലാസ്റ്റ് പാർട്ടിൽ നമ്മളൊരു സെക്ഷൻ കട്ട് ചെയ്യും. ആ സെക്ഷൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്? അറ്റ് എ ഡിസ്റ്റൻസ് x ഫ്രം ഒറിജിൻ. ഇവിടെ നമ്മൾ A ആണ് ഒറിജിനായിട്ട് എടുത്തിരിക്കുന്നത്. A ഒറിജിനായിട്ട് എടുക്കാൻ കാര്യം നമ്മൾ ഇതാണ് ഫസ്റ്റ് പാർട്ട്, ഇത് സെക്കൻഡ് പാർട്ട്, ഇത് തേർഡ് പാർട്ട്. ഇവിടെ നിന്നാണ് നമ്മൾ മെഷർമെന്റ്സ് എടുക്കുന്നത്. അപ്പോൾ A മുതൽ ഈ കൺസിഡർ ചെയ്തിരിക്കുന്ന സെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ് x ആയിട്ട് അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് തന്നേക്കുന്ന ബീമിനെ ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിനകത്ത് ലോഡ് ആക്ട് ചെയ്യുന്ന രീതിയിൽ അങ്ങ് പാർട്സ് ആക്കിയാലും മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി. A to Cയിൽ എന്തില്ല? അവിടെ ലോഡൊന്നുമില്ല. അപ്പോൾ A to C നമ്മളൊരു പാർട്ടാക്കി. ഇനി C to Dയിൽ ഒരു ലോഡ് കോൺസ്റ്റന്റ് ആയിട്ടുണ്ട്. അപ്പോൾ C to D ഒരു പാർട്ടാക്കി. ഇനി D to B വീണ്ടും വേറെ ലോഡൊന്നും ആക്ട് ചെയ്യുന്നില്ല. അപ്പോൾ D to B അടുത്തൊരു പാർട്ടാക്കി. ഇത്രയേ ഉള്ളൂ അതിൻ്റെ കോൺസെപ്റ്റ്. ഇവിടെ ആക്ട് ചെയ്യുന്ന ഇത്രയും പോർഷനിൽ ബെൻഡിങ് മൊമെന്റും ഷിയറും എല്ലാം കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവിടെയും അതേ കണക്ക് തന്നെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും ബെൻഡിങ് മൊമെന്റിനും ഷിയർ ഫോഴ്സിനും ഒക്കെ വരുന്നത്. ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി D to Bക്കകത്തും ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ 3 പാർട്സ് ആക്കിയത്. എളുപ്പത്തിൽ ഇത്ര ഓർത്താൽ മതി. നമുക്ക് തന്നിരിക്കുന്ന സിംപ്ലി സപ്പോർട്ടഡ് ബീം, സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ലോഡ് ആക്ട് ചെയ്യുന്നതനുസരിച്ച് ഇപ്പോൾ ഇവിടെ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉണ്ട്. അതുകൊണ്ട് ഇത്രയും പോർഷൻ എന്താണ്? ഫ്രീ ആണ്. അപ്പോൾ ഇവിടെ ഒരു പാർട്ടാക്കി. ഇവിടെ ഇത്രയും യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉണ്ട്. അതുകൊണ്ട് സെക്കൻഡ് പാർട്ടാക്കി. ഇവിടെ വേറെ ലോഡ് ഒന്നുമില്ല. ഇത്രയും ഭാഗത്ത് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടാക്കി. ഇനി ഇവിടെ ഒരു ലോഡ് വന്നെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ഇതൊരു പാർട്ട്, ഇതടുത്ത പാർട്ട്, പിന്നെന്താണ്? ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വീണ്ടും ഒരു പാർട്ടും കൂടി എടുക്കേണ്ടി വരും. ആ ഒരു പാർട്ടും കൂടി, ഇത് ഫസ്റ്റ് പാർട്ട്, ഇത് സെക്കൻഡ് പാർട്ട്, പിന്നെ ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, അങ്ങനെ 4 പാർട്ടാക്കി ഡിവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ പാർട്സ് എടുക്കുന്നത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത് എന്താ വേണ്ടേ? ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷനകത്ത് ഈ M എന്ന് പറഞ്ഞ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. M കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്താ വേണ്ടേ? ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. M ഈസ് ഈക്വൽ ടു EI ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. നമുക്ക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ദിസ് പോയിന്റ്
ഇത് നമ്മൾ എവിടെയാണ്? നമ്മുടെ ബീമിൻ്റെ തേർഡ് പാർട്ടിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കൺസിഡർ ചെയ്ത സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഫോഴ്സസ് എല്ലാം കൂടി കൺസിഡർ ചെയ്യും. ആ ഫോഴ്സിൻ്റെ മൊമെൻ്റ് അബൌട്ട് ദിസ് പോയിന്റ് ആണ് എടുക്കുന്നത്. നമ്മൾ ഇത് എടുക്കില്ല, ഏതെങ്കിലും ഒരു സൈഡാണ് എടുക്കുന്നത്. ഇവിടെ നമുക്ക് എടുക്കേണ്ടത് എന്താണ്? ഈ സൈഡാണ് കൺസിഡർ ചെയ്യേണ്ടത്. ബിക്കോസ് എ നിന്നാണ് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്തത്. എ ആണ് ഒറിജിൻ പോയിന്റ്. എയിൽ നിന്ന് ഇവിടെ വരെ ഡിസ്റ്റൻസ് ആണ് നമ്മൾ മെഷർ ചെയ്തത്. അപ്പോൾ ഇത്രയും ഭാഗത്തെ ലോഡ് വാല്യൂസ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ഇത് നമ്മൾ കൺസിഡർ ചെയ്യില്ല. അതും കൂടി കൺസിഡർ ചെയ്താലും മൊമെന്റ് 0 ആയി പോകും. അതുകൊണ്ട് എന്താണ്, ഒരു ബീമിൽ ആക്ട് ചെയ്യുന്ന മൊമെന്റ് 0 ആണ്. സം ഓഫ് മൊമെന്റ്സ് ആക്ടിങ് ഓൺ എ ബീം അല്ലെങ്കിൽ ഓൺ എ ബോഡി ഷുഡ് ബി ഈക്വൽ ടു 0. ഒരു ബീമിൽ മൊമെന്റ്, ടോട്ടൽ മൊമെന്റ്, സം ഓഫ് ഓൾ മൊമെന്റ്സ് 0 ആയിരിക്കും. അല്ലാതെ മൊമെന്റ് എന്തെങ്കിലും ഒരു വാല്യൂ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബീമിനകത്ത് ഫെയിലിയേഴ്സ് ഉണ്ടാകും. അപ്പോൾ സം ഓഫ് മൊമെന്റ്സ് 0 തന്നെ ആയിരിക്കും എല്ലാ കേസിലും. അതുകൊണ്ടാണ് നമ്മൾ സെക്ഷൻ എടുത്തിട്ട് അതിന്റെ ഈ ലെഫ്റ്റ് സൈഡിലെ ഫോഴ്സ് മാത്രം കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ ഫോഴ്സ് നോക്കാം. RA, മൊമെന്റിന്റെ M കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ M is equal to, അപ്പോൾ ഇവിടെ ഉള്ള എന്താണ്? RA. RAയുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അബൌട്ട് ദിസ് പോയിന്റ് എന്ത് വരും? RA into X. RAയുടെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയേ? 60 എന്നായിരുന്നു കിട്ടിയത്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് X. ഇതിവിടെ ഒന്നിങ്ങനെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കും കോസ് ചെയ്യുന്നത്? സാഗിങ് ആയിരിക്കും. അതാണ്ട് ഇതിങ്ങനെയല്ലേ ബെൻഡ് ചെയ്യുന്നത്? വന്നിരിക്കുമ്പോൾ താഴത്തേക്കാണ് ബെൻഡ് ചെയ്യുന്നത്. സാഗിങ് മൊമെന്റ് ഈസ് പോസിറ്റീവ്. ഇനി അടുത്ത് എന്താണ്? ഈ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് കൺസിഡർ ചെയ്യണം. ഇനി ഇവിടെ ഒരു വ്യത്യാസമുണ്ട് നമ്മൾ കഴിഞ്ഞ വട്ടം ചെയ്തതിനെ അപേക്ഷിച്ച്. ഇപ്പോൾ ഇവിടെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു സെക്ഷൻ കട്ട് ചെയ്യുന്നത്. ആ ഒരു കേസിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് കഴിഞ്ഞിട്ടാണ് നമ്മൾ സെക്ഷൻ കട്ട് ചെയ്ത് മൊമെന്റ് എടുക്കുന്നതെങ്കിൽ ഈ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് നമ്മൾ സ്പാനിൻ്റെ എൻഡ് വരെ കൺസിഡർ ചെയ്യണം. അപ്പോൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് 40 kN ഈ ഫുൾ ഉള്ളതായിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ഫുൾ ഉള്ളതായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇത്രയും പോർഷനിലേക്ക് ഒരു എക്സ്ട്രാ 40 kN/m ലോഡ് വന്നു. ആ കേസിൽ എന്താ ചെയ്യുന്നത്? അപ്പോൾ അതിനെ നള്ളിഫൈ ചെയ്യാനായിട്ട് എന്ത് ചെയ്യും? താഴേന്ന് മുകളിലേക്കും ഒരു 40 kN ലോഡ് കൊടുക്കും. താഴേന്ന് മുകളിലേക്കും 40 kN ലോഡ് നമുക്ക് കൊടുക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീമിനകത്ത്, അതായത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് കഴിഞ്ഞിട്ടാണ് നമ്മൾ സെക്ഷൻ എടുക്കുന്നതെങ്കിൽ ഈ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ പോയിന്റ് ബി വരെ എക്സ്റ്റെൻഡ് ചെയ്യും. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇത്രയും പോർഷനിൽ, അതായത് ഡി ടു ബി എന്ന് പറഞ്ഞ പോർഷനിൽ എക്സ്ട്രാ ആയിട്ട് UDL വരും. അപ്പോൾ ഒരു എക്സ്ട്രാ ലോഡ് ആക്ട് ചെയ്യുന്നതിനെ കൗണ്ടറാക്ട് ചെയ്യാൻ താഴേന്ന് മുകളിലേക്കും അതേ ലോഡ് തന്നെ കൊടുക്കും, 40 kN/m. ഇനി നമ്മൾ മൊമെന്റ് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇത്രയും ലോഡ് കൺസിഡർ ചെയ്യണം, ഇവിടുന്ന് ഇവിടം വരെ ഉള്ളത്, അതായത് 40 kN/m. ഇനി അത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആയതുകൊണ്ട് അതിനെ എന്താക്കണം? അതിനെ പോയിന്റ് ലോഡ് ആക്കണം. പോയിന്റ് ലോഡ് ആക്കാൻ എന്താണ്? ആ ലോഡ് വാല്യൂ ആദ്യമേ അങ്ങനെ തന്നെ എഴുതുക, മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്റ്റൻസ്. ഈ ഇവിടുന്ന് ഒരു സെക്കൻഡ്, മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്റ്റൻസ്. നമ്മൾ സെക്ഷൻ എടുത്തിരുന്നത് ഇവിടെയായിരുന്നു, അത് ഇത്രയും ഡിസ്റ്റൻസിലായിരുന്നു X എന്ന് പറഞ്ഞ സെക്ഷൻ എടുത്തിരുന്നത്. അപ്പോൾ ഇവിടുന്ന് ലോഡ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതിനെ നള്ളിഫൈ ചെയ്യാനായിട്ട് താഴേന്ന് മുകളിലേക്ക് കൊടുത്തു. അപ്പോൾ 40 kN/m ആണ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് കൊടുക്കുന്നതും 40 kN/m ആണ്. ഇനി ഇതിനെ എന്താക്കാൻ പോവാണ്? പോയിന്റ് ലോഡ് ആക്കാൻ പോവാണ്. പോയിന്റ് ലോഡ് ആക്കാനായിട്ട് 40 kN/m. ആദ്യമേ തന്നെ എന്ത് എഴുതണം? ആ ലോഡ് വാല്യൂ എഴുതണം, 40 ഇൻറ്റു പോയിന്റ് ലോഡ് ആക്കാനായിട്ട് ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്. അത് എത്ര വരും? ഈ ഫുൾ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ X മീറ്റേഴ്സ് ആണ്. A മുതൽ നമ്മൾ കൺസിഡർ ചെയ്ത സെക്ഷൻ വരെ X മീറ്റേഴ്സ് ആണ്. A to C 1 മീറ്റർ ആണ്. അപ്പോൾ C മുതൽ സെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ്
ഇത് എക്സ് ആണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 മീറ്റർ പോയി, നമുക്ക് വേണ്ടത് ഇത്രയും ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ എക്സ് മൈനസ് 1. അപ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പോയിന്റ് ലോഡ് ആക്കിയപ്പോൾ 40 ഇൻറ്റു എക്സ് മൈനസ് 1. ഇനി ഇത് എവിടെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്? ഈ ടോട്ടൽ എക്സ് മൈനസ് 1ന്റെ സെന്ററിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നത് അതിന്റെ ഡിസ്റ്റൻസിന്റെ സെന്ററിലായിരിക്കും. അപ്പോൾ സി മുതൽ സെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ് എക്സ് മൈനസ് 1, അതിന്റെ സെന്ററിലാണ് പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നത്. എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ 2. ഇനി നമുക്ക് എന്താ വേണ്ടേ? ഇതിന്റെ മൊമെന്റ് കണ്ടുപിടിക്കണം. മൊമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സിന്റെ വാല്യൂ 40 ഇൻറ്റു എക്സ് മൈനസ് 1. ഇനി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അതെന്ത് വരും? ഇത് ഫോഴ്സ് ആണ്, 40 ഇൻറ്റു എക്സ് മൈനസ് 1. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇനി ഇതിനെ എന്താക്കുക? ഇതിന്റെ സൈൻ നോക്കണം, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം. അപ്പോൾ ഇതിങ്ങനെ വന്ന് ഇവിടെ സ്ട്രൈക്ക് ചെയ്യാണ്. സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഈ ബീം എങ്ങനെ ബെൻഡ് ചെയ്യും? ഇതിങ്ങനെ മുകളിലേക്കാണ് ബെൻഡ് ചെയ്യുന്നത്. മുകളിലേക്ക് ബെൻഡ് ചെയ്താൽ എന്താണ്? നെഗറ്റീവ് മൊമെന്റ് ആണ്. അപ്പോൾ -40 ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1/2. ആദ്യത്തെ എന്തായിരുന്നു? ആർ എ ഇൻറ്റു എക്സ് -40 ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1/2. ഇത് എന്തിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്? മൊമെന്റിന്റെ ഇക്വേഷൻ ആണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് വേണം? ഇതാണ്ടേ, നമ്മൾ ഇത്രയും ലോഡ് കൺസിഡർ ചെയ്തു. ഇനി എന്ത് ചെയ്തു? ഈ സെക്ഷൻ ഇവിടെ നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് ഒരു ലോഡ് കൊടുത്തിട്ടുണ്ടല്ലോ, ഈ എക്സ്റ്റെൻഡ് ചെയ്ത ലോഡിനെ കൗണ്ടറാക്ട് ചെയ്യാൻ. അതിന്റെ എഫക്റ്റും കൂടി, അതുകൊണ്ടുണ്ടാകുന്ന മൊമെന്റും കൂടി കാൽക്കുലേറ്റ് ചെയ്യണം. അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈ താഴെ നിന്ന് മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന 40 കിലോ ന്യൂട്ടൺ ലോഡ് ഉണ്ടാകുന്ന മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് എന്താണ്? ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. ആ യൂണിഫോംലി, ഒരു സെക്കൻഡ്, താഴെ നിന്ന് മുകളിലേക്ക് പോകുന്ന ലോഡ്. ആ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ എന്താക്കണം? അതിനെ ഒരു പോയിന്റ് ലോഡ് ആക്കണം. ഈ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്തായിരുന്നു? അതിന്റെ വാല്യൂ 40 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ് അതിന്റെയും വാല്യൂ. അപ്പോൾ അതിനെ പോയിന്റ് ലോഡ് ആക്കാനായിട്ട് 40 വാല്യൂ അത് തന്നെയാണ്, 40 തന്നെയാണ്. ഇനി നമുക്ക് എന്താ വേണ്ടേ? ഈ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണം മൊമെന്റ് കാൽക്കുലേറ്റ്. അതിന് മുന്നേ പോയിന്റ് ലോഡ് ആക്കാനാണെങ്കിൽ ഇതാണ്ട് ഇത്രയും ഡിസ്റ്റൻസ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എ മുതൽ ഈ സെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ് എക്സ് ആണെന്നറിയാം. ഇനി എ മുതൽ ഡി വരെയുള്ള ഡിസ്റ്റൻസ്, എ മുതൽ ഡി വരെ ഇത്രയും ഡിസ്റ്റൻസ് 5 മീറ്റേഴ്സ് ആണ്. 1 + 4 5. ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എക്സ് മീറ്റേഴ്സ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്ര വരുള്ളൂ? ഇവിടുന്ന് ഇവിടം വരെ എക്സ്, ഇവിടുന്ന് ഇവിടം വരെ 5. അപ്പോൾ നമുക്ക് ഈ ഒരു ചെറിയ ഡിസ്റ്റൻസ് കിട്ടാനായിട്ട് എക്സ് മൈനസ് 5. അപ്പോൾ ഈ യൂണിഫോംലി താഴെ നിന്ന് മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിന്റെ ഡിസ്റ്റൻസ് എക്സ് മൈനസ് 5. അപ്പോൾ ഇതിനെ, ഈ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ പോയിന്റ് ലോഡ് ആക്കുവാണ്. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഈ സെക്ഷൻ കട്ട് ചെയ്തിരിക്കുന്നുണ്ട്. ഇത്രയും പോർഷനിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എടുക്കുകയുള്ളൂ. ഇപ്പുറത്തും ഉണ്ടാകും, പക്ഷെ അത് എടുക്കില്ല. സെക്ഷൻ കട്ട് ചെയ്തിട്ട് ലെഫ്റ്റിൽ വരുന്ന ഈ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ എന്ത് വരും? ഇതിനെ പോയിന്റ് ലോഡ് ആക്കിയപ്പോൾ 40 ഇൻറ്റു എക്സ് മൈനസ് 5. ഇനി ആ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 5 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ മൊമെന്റ് എന്ത് വരും? അവിടുത്തെ ഈ ലോഡ് ഉണ്ടാകുന്ന മൊമെന്റ് 40 ഇൻറ്റു എക്സ് മൈനസ് 5 ഇൻറ്റു എക്സ് മൈനസ് 5 ബൈ 2. ഇത് പോസിറ്റീവ് ആയിരിക്കുമോ നെഗറ്റീവ് ആയിരിക്കുമോ? ഇത് വന്നിങ്ങനെ ഇവിടെ സ്ട്രൈക്ക് ചെയ്യും. സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കും ഇത് ബെൻഡ് ചെയ്യുന്നത്? ബീം
ഇങ്ങനെ താഴത്തേക്ക് ബെൻഡ് ചെയ്യും. അപ്പോൾ എന്താണ്? സാഗിങ് ആണ്. സാഗിങ് ആയതുകൊണ്ട് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ നമ്മൾ മൊമെന്റിന്റെ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തു. എം ഈസ് ഈക്വൽ ടു എന്തായിരുന്നു കിട്ടിയത്? RAX minus 40 into x minus 1 into x minus 1 divided by 2 plus 40 into x minus 5 into x minus 5 divided by 2. ഇനി ഈ ആറയുടെ വാല്യൂ എത്രയായിരുന്നു കിട്ടിയ? ആറയുടെ വാല്യൂ 100 ആയിരുന്നു. ആ ഇക്വേഷൻ ഒന്ന് നോക്കാം. നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത ഇക്വേഷൻ ഇതാണ് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത ഇക്വേഷൻ. EI d square y by dx square is equal to 100x minus 40 into x minus 1 into x minus 1 by 2 plus 40 into x minus 5 into x minus 5 divided by 2. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? ഈ ഇക്വേഷൻ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതെന്തായി മാറും? EI dy by dx. അപ്പോൾ EI dy by dx എന്ന് വെച്ചാൽ എന്തായിരുന്നു? dy by dx ആണ് സ്ലോപ്പ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്ലോപ്പിന്റെ ഇക്വേഷൻ കിട്ടും. ഇതിനെ വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? EI ഇൻറ്റു y എന്ന് വരും. EI y വന്നാൽ അത് ഡിഫ്ലക്ഷന്റെ ഇക്വേഷൻ ആയിട്ട് മാറും. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യാൻ പോവാണ്? ഈ ഇക്വേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? M is equal to EI into d square y by dx square. അതിനകത്ത് നമ്മൾ എമ്മിന്റെ വാല്യൂ ആണ് ഈ എഴുതിയിരിക്കുന്നത്. 100x minus 40 into x minus 1 into x minus 1 by 2 plus 40 into x minus 5 into x minus 5 by 2. അപ്പോൾ ഇതിനെ ഓരോ പാർട്സ് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. 100x എന്ന് പറഞ്ഞാൽ A to C വരുന്ന പാർട്ട്, ഇതെന്ന് പറയുമ്പോൾ A to D വരും. ഇതെന്ന് പറയുമ്പോൾ ആ ഫുൾ സ്പാനിനകത്ത് വരും. A to B വരുന്ന പാർട്ടായിട്ടാണ് ഫുൾ ഇക്വേഷൻ വരുന്നത്. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് EI dy by dx വരും. 100xനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 100 into x square by 2 വരും. പിന്നെ 40 into x minus 1 the whole square by 2നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x minus 1 the whole cube by 6 വരുന്നു. പിന്നെ 40 into x minus 5 the whole square by 2നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 40 into x minus 5 the whole cube by 6 വരുന്നു. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഒരു കോൺസ്റ്റന്റ് വാല്യൂ വരും. അതാണ് C1. അപ്പോൾ ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ബീമിന്റെ സ്ലോപ്പിന്റെ ഇക്വേഷൻ ആണ്. സ്ലോപ്പിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ ഡിറൈവ് ചെയ്തത്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും എന്ത് വരും? ഒരു കോൺസ്റ്റന്റ് വാല്യൂവും വരും. ഇനി ഈ സ്ലോപ്പിന്റെ ഇക്വേഷനെ വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് വരും? EI y വരും. അത് എന്തിന്റെ ഇക്വേഷൻ ആണ്? EI y ആൻഡ് y സ്റ്റാൻഡ്സ് ഫോർ ഡിഫ്ലക്ഷൻ ഇൻ എ ബീം. ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 100x square by 2 100x cube by 6. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇത് ഈ x minus 1 the whole cube എന്നുള്ളതിനെ a minus b the whole cube എന്ന് പറഞ്ഞ് നിങ്ങൾ സോൾവ് ചെയ്യരുത്. അത് അവസാനം നമുക്ക് നോക്കിയാൽ മതി. ഈ നമ്മുടെ ഡിഫ്ലക്ഷന്റെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഇത് കണക്ക് a minus b the whole cube അല്ലെങ്കിൽ a minus b the whole square ഫോമിലുള്ള ഉണ്ടാകുന്ന ആ ടേംസിനെ ഒന്നും നിങ്ങൾ സോൾവ് ചെയ്യരുത്. അത് അവസാനം നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അല്ലാണ്ട് ഡയറക്റ്റ് ചെയ്തു പോകുന്നതാണ് നമുക്ക് എളുപ്പം, ഇൻ്റഗ്രേഷൻ പ്രൊസീജിയർ ഉള്ളത് കൊണ്ട്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ -40 into x minus 1 the whole cube by 6 ചെയ്യുമ്പോൾ -40 into x minus 1 the whole power 4 divided by 24. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? x raised to n എന്ന് പറയുമ്പോൾ x raised to n plus 1 divided by n plus 1. അപ്പോൾ 3 plus 1 4. അപ്പോൾ ഇവിടെ എന്ത് വരും? ആ 6ന്റെ കൂടെ ഈ 4ഉം കൂടി വരും, n plus 1. അപ്പോൾ 6 4s 24. ഇവിടെ അത് കണക്ക് തന്നെ 3 plus 1 4. ആ 4 താഴത്തേക്ക് ഇതിൻ്റെ കൂടെ വരുമ്പോൾ 6 4s 24. ഇനി കോൺസ്റ്റന്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ C1 into x plus C2 എന്നൊരു അടുത്ത കോൺസ്റ്റന്റും വരും. ഇനി എന്താ ചെയ്യണ്ടേ? നമുക്ക് ക്വസ്റ്റ്യനകത്ത് ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഡിഫ്ലക്ഷൻ ഇക്വേഷനും ഉണ്ട്, സ്ലോപ്പിന്റെ ഇക്വേഷനും ഉണ്ട്. ഇനി നമുക്ക് എന്ത് വേണം? ഈ ഡിഫ്ലക്ഷന്റെയും സ്ലോപ്പിന്റെയും ഇക്വേഷൻസിനകത്ത് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞൊരു ടേംസ് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ചെയ്യേണ്ടത് ഈ കോൺസ്റ്റന്റിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. C1 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റും ഉണ്ട്, C2 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റും ഉണ്ട്. ഈ കോൺസ്റ്റന്റിന്റെ ടേംസ് അതിന്റെ വാല്യൂ എത്രയാണോ അത് കാൽക്കുലേറ്റ് ചെയ്യണം.
അതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രോബ്ലം നോക്കാം. ഇതായിരുന്നു നമ്മുടെ പ്രോബ്ലം. ഈ പ്രോബ്ലത്തിൽ നമ്മൾ എന്താ ചെയ്തത്, ഇവിടെ ഒരു സെക്ഷൻ എടുത്തിട്ട് ഇവിടെ വരെ ഡിസ്റ്റൻസ് എക്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അസ്യൂം ചെയ്ത് നമ്മൾ സ്ലോപ്പിന്റെ ഇക്വേഷനും എടുത്തു, ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷനും എടുത്തു. അപ്പോൾ എ എന്ന് പറഞ്ഞ പോയിന്റ് ആണ് നമ്മുടെ ഒറിജിൻ. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്തായിട്ട് എടുത്തത്, എക്സ് ആയിട്ട് എടുത്തത്. ഇനി നമുക്ക് എ എന്ന് പറഞ്ഞ പോയിന്റ് കൺസിഡർ ചെയ്യാം. എ എന്ന് പറഞ്ഞ പോയിന്റ് ഒറിജിൻ ആണെന്ന് വെച്ചാൽ ഈ എ എന്നാണ് നമ്മൾ ഈ എക്സ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ എ എന്ന് പറഞ്ഞ പോയിന്റിൽ എക്സിന്റെ വാല്യൂ 0 ആയിരിക്കും. ഇനി എ എന്ന് പറഞ്ഞ പോയിന്റ് സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് ആയതുകൊണ്ട് അവിടെ ഡിഫ്ലക്ഷനും 0 ആയിരിക്കും. അപ്പോൾ അറ്റ് എ എക്സ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് y is equal to 0. ഡിഫ്ലക്ഷൻ എവിടെ ഉണ്ടാകില്ല, സിംപ്ലി സപ്പോർട്ടഡ് എൻഡ്സിൽ ഡിഫ്ലക്ഷന്റെ വാല്യൂ 0 ആയിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷനൊക്കെ നോക്കാം. ദാണ്ടേ at x is equal to 0, at a x is equal to 0 and y is equal to 0. ഇതായിരുന്നു നമ്മുടെ ഡിഫ്ലക്ഷന്റെ ഇക്വേഷൻ. ഈ ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ നമ്മൾ ഫുൾ എടുക്കേണ്ട കാര്യമില്ല, ബിക്കോസ് നമ്മൾ എ എന്ന് പറഞ്ഞ പോയിന്റ് മാത്രമേ കൺസിഡർ ചെയ്തോളൂ, ഈ ഒരു പോയിന്റ് മാത്രമേ കൺസിഡർ ചെയ്തോളൂ. അതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ്റെ ഡിഫ്ലക്ഷൻ ഇക്വേഷൻ്റെ ഫസ്റ്റ് പാർട്ട് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ദാണ്ടേ ഇത്രയും മാത്രം എടുത്താൽ മതി. ഇനി ഇതിൻ്റെ കൂടെ ഈ വാല്യൂവും കൂടി കൺസിഡർ ചെയ്യണം. അപ്പോൾ അറ്റ് എയിലെ ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എടുക്കുമ്പോൾ എയിലെ ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എടുക്കുമ്പോൾ ഇ ഐ വൈ ഇസ് ഈക്വൽ ടു 100 ഇൻറ്റു എക്സ് ക്യൂബ് ബൈ 6 പ്ലസ് C1 എക്സ് പ്ലസ് C2. ഇനി എ എന്ന് പറഞ്ഞ പോയിന്റിൽ എന്തൊക്കെ 0 ആണ്, എക്സ് 0 ആണ്, ഡിഫ്ലക്ഷൻ 0 ആണ്. ഈ വാല്യൂ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ ടേം അങ്ങ് പോയി. ഇവിടെയും എക്സ് ഇസ് ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ ഈ ടേം അങ്ങ് പോയി. ഇവിടെ വൈ ഇസ് ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ ഈ ടേം അങ്ങ് പോയി. അപ്പോൾ therefore C2 is equal to 0. അപ്പോൾ at a എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, കോൺസ്റ്റന്റ് C2ന്റെ വാല്യൂ 0 ആണ്. അപ്പോൾ നമുക്ക് കോൺസ്റ്റന്റ് C2 0 ആണെന്ന് കിട്ടി. ഇനി അടുത്ത എന്ത് വേണം, C1 എന്ന് പറഞ്ഞ കോൺസ്റ്റന്റിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി C1 എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ പ്രോബ്ലത്തിലേക്ക് പോകാം. പ്രോബ്ലത്തിൽ നമുക്ക് ബി എന്ന് പറഞ്ഞ പോയിന്റ് കൺസിഡർ ചെയ്യാം. ബി എന്ന് പറഞ്ഞ പോയിന്റിലും എന്ത് 0 ആണ്, ഡിഫ്ലക്ഷൻ 0 ആണ്. എക്സ് പക്ഷെ എന്തായിരിക്കും, നമ്മുടെ ഒറിജിൻ എന്ന് പറഞ്ഞ പോയിന്റ് എ ആയതുകൊണ്ട് എന്ന് ബി വരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും എക്സ് എന്ന് പറഞ്ഞാൽ. നമുക്ക് ഇവിടെയാണ് നമ്മൾ ഡിസ്റ്റൻസ് കട്ട് ചെയ്ത് എക്സ് ഒക്കെ എടുത്തത്. എക്സ് എന്ന് വെച്ചാൽ എ എന്നുള്ള ദൂരം, എ എന്നുള്ള ഡിസ്റ്റൻസ് അത്രയാണ് എക്സ് എന്ന് മീൻ ചെയ്യുന്നത്. അപ്പോൾ എക്സിന്റെ ഡിസ്റ്റൻസ് അറ്റ് ബി പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ എക്സിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരം 8 മീറ്റേഴ്സ്. അപ്പോൾ ഡിഫ്ലക്ഷൻ ഇക്വേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷനകത്ത് ഇതാണ് ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ. ഡിഫ്ലക്ഷൻ ഇക്വേഷനകത്ത് ബി പോയിന്റിൽ എക്സ് ഇസ് ഈക്വൽ ടു 8ഉം y is equal to 0യും. ഈ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫുൾ ഇക്വേഷനും കൺസിഡർ ചെയ്യണം. എന്ന് വെച്ചാൽ ബി എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കുമ്പോൾ ഈ എല്ലാ പാർട്ടും കൺസിഡർ ചെയ്യും. ഇനി ഈ ഇക്വേഷൻ അത് C2 എടുക്കേണ്ട, ബിക്കോസ് C2 നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തു, അത് 0 ആണ്. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനകത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എക്സ് ഇസ് ഈക്വൽ ടു 8ഉം y is equal to 0യും. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് വരുമെന്ന് നോക്കാം. ഫസ്റ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0, വൈ ഇസ് ഈക്വൽ ടു 0 ചെയ്ത് C2ന്റെ വാല്യൂ 0 കിട്ടിയതാണ്ട്. ഇതാണ്ട് എക്സ് ഇസ് ഈക്വൽ ടു 8, വൈ ഇസ് ഈക്വൽ ടു 0 ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് C1ന്റെ വാല്യൂ കിട്ടിയത് -583.33. ഇതാണ് C1ന്റെ വാല്യൂ, -583.33. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, രണ്ട് കോൺസ്റ്റൻസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. C1 എന്ന് പറഞ്ഞ കോൺസ്റ്റന്റിന്റെ വാല്യൂവും കിട്ടി, C2 എന്ന് പറഞ്ഞ കോൺസ്റ്റന്റിന്റെ വാല്യൂവും കിട്ടി. ഇനി ആ കോൺസ്റ്റൻസിന്റെ വാല്യൂ നമ്മൾ ഡിറൈവ് ചെയ്ത് ഡിഫ്ലക്ഷന്റെ ഇക്വേഷനകത്തും സ്ലോപ്പിന്റെ ഇക്വേഷനകത്തും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്ലോപ്പിന്റെയും ഡിഫ്ലക്ഷന്റെയും ഇക്വേഷനകത്തുള്ള കോൺസ്റ്റന്റ് ടേംസ് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് നോക്കണം നമ്മുടെ ക്വസ്റ്റ്യനകത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്, ഡിറ്റർമൈൻ ദ ഡിഫ്ലക്ഷൻ ഓഫ് ദ ബീം അറ്റ് മിഡ് പോയിന്റ്. അപ്പോൾ നമുക്ക് ആദ്യം മിഡ് പോയിന്റ് ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണം.
അപ്പോൾ മിഡ് പോയിന്റിന്റെ ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എടുക്കാം, EIY എന്ന് പറഞ്ഞ ഇക്വേഷൻ. ഇനി അതിൻ്റെ അറ്റ് മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, എയിന്ന് 4 മീറ്റർ ഡിസ്റ്റൻസിലായിരിക്കും. അപ്പോൾ നമുക്ക് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ഫുള്ളായിട്ട് എടുക്കണ്ട, ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും മാത്രം കൺസിഡർ ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇക്വേഷനിലേക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ, കൺസിഡറിങ് അപ് ടു സെക്കൻഡ് പാർട്ട് ഓഫ് ദി ഇക്വേഷൻ. അപ്പോൾ നമ്മുടെ ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ആണ് എഴുതിയിരിക്കുന്നത്, അത് ഇങ്ങോട്ട് മാറ്റി എഴുതുന്നുള്ളൂ. EIY എന്നുള്ളത് EI ഇങ്ങോട്ട് എഴുതി, ഡിഫ്ലക്ഷൻ ഇക്വേഷൻ. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, എക്സിൻ്റെ അടുത്ത് 4 മീറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ബിക്കോസ് ഡിഫ്ലക്ഷൻ അറ്റ് സെൻറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ 100 × 4 cube by 6 minus 40 × 3 cube by 24 minus 583.33, എക്സിൻ്റെ വാല്യൂ 4 കൊടുത്തു. ഇനി ഇയുടെയും ഐയുടെയും വാല്യൂ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇയുടെ 2 × 10⁵ ന്യൂട്ടൺ പെർ mm², ഐയുടേത് 4.3 × 10⁸ mm⁴. ഇനി നോക്കി, ഇവിടെ ഒരു അഡീഷണൽ ആയിട്ട് ഒരു 10⁻12 ഒക്കെ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് പറയാം. ഈ 100 എന്ന് വെച്ചാൽ എന്തായിരുന്നു, 100 എന്ന് വെച്ചാൽ നമ്മുടെ ഈ RAയുടെ വാല്യൂ ആയിരുന്നു. അതിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു കിട്ടിയത്, 100 kN. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ഈ 100 എന്ന് വെച്ചാൽ ലോഡാണ്, അതിൻ്റെ യൂണിറ്റ് kN. ഇനി നോക്കിയേ, 4 എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ആണ്, അതിൻ്റെ യൂണിറ്റ് m³. അപ്പോൾ kN m³. അപ്പോൾ ഇവിടെ എന്താണ്, kN m³ തന്നെയാണ് വരുന്നത്. ഇതും അത് തന്നെയാണ്, kN m³ തന്നെ വരും. ഇനി ഇവിടെ നോക്കിയേ, ഇയുടെയും ഐയുടെയും യൂണിറ്റ് എന്തായിരിക്കും വരുന്നത്, ഇയുടെയും ഐയുടെയും യൂണിറ്റ്, ഇയുടെ യൂണിറ്റ് ന്യൂട്ടൺ പെർ mm². ഇവിടെ എന്താണ്, ഐയുടെ യൂണിറ്റ് mm⁴. mm⁴. അപ്പോൾ നമുക്ക് ന്യൂട്ടൺ മില്ലിമീറ്റർ സ്ക്വയർ എന്നാണ് വരുന്നത്. അപ്പോൾ ഈ ഐ എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ മില്ലിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഇതുണ്ട്, ഈ ടേം വരുന്നത് ന്യൂട്ടൺ മില്ലിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ kN എന്താക്കി മാറ്റണം, kN ന്യൂട്ടൺ ആക്കണം. ഇവിടെ എന്താണ്, ന്യൂട്ടൺ ആണുള്ളത്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡിഫ്ലക്ഷൻ ആണ്. ഡിഫ്ലക്ഷൻ എന്തായിരിക്കും, വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഏറ്റവും ചെറിയ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ kN എന്താക്കണം, ന്യൂട്ടൺ ആക്കണം. kN ന്യൂട്ടൺ ആക്കാനായിട്ട് 10⁻3 കൊടുത്തു. ഇനി മീറ്റർ, മീറ്ററിനെ മില്ലിമീറ്റർ ആക്കണം. മീറ്ററിനെ മില്ലിമീറ്റർ ആക്കാൻ 10⁻3 കൊടുത്തു. ഇവിടെ മില്ലിമീറ്റർ ആണോ, മീറ്റർ ക്യൂബ് ആണ്. അപ്പോൾ 10⁻3 the whole cube കൊടുത്തു. അപ്പോൾ 10⁻3 into 10⁻3 the whole raised to 3. 3 3s are 9 plus 3 12. അങ്ങനെയാണ് ഈ വാല്യൂ വന്നിരിക്കുന്നത്, ന്യൂട്ടൺ മില്ലിമീറ്റർ ക്യൂബ്. അതിനകത്ത് ഈ ന്യൂട്ടണും ക്യാൻസൽ ചെയ്ത് പോയി, ഈ മില്ലിമീറ്റർ സ്ക്വയർ ഇത് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് വൈയുടെ വാല്യൂ ഇൻ ടേംസ് ഓഫ് മില്ലിമീറ്റേഴ്സ് കിട്ടും. ഇനി എന്താണ്, നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്. നെഗറ്റീവ് വാല്യൂ കിട്ടിയത് നമുക്ക് എന്ത് മനസ്സിലാക്കിയാൽ മതി, ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ്. ബീം ഡിഫ്ലക്ട് ചെയ്യുന്നത് താഴത്തേക്കാണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീം താഴത്തേക്ക് ഡിഫ്ലക്ട് ചെയ്യുള്ളൂ, ബിക്കോസ് മുകളിൽ നിന്ന് താഴത്തേക്കാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. മുകളിൽ നിന്ന് താഴത്തേക്ക് ലോഡ് ആക്ട് ചെയ്താൽ താഴത്തേക്ക് അത് ഡിഫ്ലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ നെഗറ്റീവ് സൈൻ. സിംപ്ലി സപ്പോർട്ടഡ് ബീംസിനകത്തെല്ലാം നമുക്ക് ഡിഫ്ലക്ഷൻ വരുന്നത് നെഗറ്റീവ് ആയിരിക്കും, ബിക്കോസ് ദ ലോഡ് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ്. ഇനി ക്വസ്റ്റ്യൻ്റെ അടുത്ത പാർട്ട് നോക്കാം, ഡിഫ്ലക്ഷൻ ഓഫ് ദ ബീം അറ്റ് മിഡ് പോയിന്റ്. അത് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അടുത്ത് നോക്കിക്കേ, ദ പൊസിഷൻ ഓഫ് മാക്സിമം ഡിഫ്ലക്ഷൻ. ഇനിയിപ്പോൾ നമുക്ക് A to B എന്ന് പറഞ്ഞ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ഏത് പോയിന്റിലാണ് മാക്സിമം ഡിഫ്ലക്ഷൻ ഒക്കർ ചെയ്യുന്നത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു, ഡിഫ്ലക്ഷൻ മാക്സിമം ഒക്കർ ചെയ്യുന്ന പോയിന്റിൽ ഏതോ ഒരു സാധനം 0 ആണെന്ന് പഠിച്ചു. അതെന്തായിരുന്നു, ഡിഫ്ലക്ഷൻ മാക്സിമം ഒക്കർ ചെയ്യുവാണെങ്കിൽ അവിടെ സ്ലോപ്പ് 0 ആയിരിക്കും. dy/dx will be equal to 0 when deflection is maximum. ഇനി നമുക്ക് നോക്കാം, ഈ പറയുന്നതിനകത്ത് ഏത് പാർട്ടിലായിരിക്കും ഡിഫ്ലക്ഷൻ മാക്സിമം വരുന്നത്. A to C യിലായിരിക്കോ, C to D യിലായിരിക്കോ, D to B യിലായിരിക്കോ.
നമുക്ക് തന്നിരിക്കുന്ന എ ടു ബി എന്ന് പറഞ്ഞ ബീമിനകത്ത് സി ടു ഡിയിലാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റിൽ എവിടെയെങ്കിലും ആയിരിക്കും മാക്സിമം ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് എടുക്കാം ഈ സി ടു ഡിയിലെ ഏതോ ഒരു പോയിന്റിലാണ് മാക്സിമം ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ആ പോയിന്റ് ഏതാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്, അപ്പോൾ എയിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ് മാക്സിമം ഡിഫ്ലക്ഷൻ ഒക്കർ ചെയ്യുന്നത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എടുക്കുവാണ്. ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എന്തായിരുന്നു? ഇ ഐ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇ ഐ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു, ഇതാണ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ. ഇ ഐ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 100x സ്ക്വയർ ബൈ 2. ഇതിനകത്ത് നമുക്ക് ഫുൾ ഇക്വേഷൻ എടുക്കണ്ട, എവിടം വരെ എടുത്താൽ മതിയായിരുന്നു? 1 സെക്കൻഡ്. നമ്മൾ ഫസ്റ്റ് രണ്ട് പാർട്ടിനുള്ളിൽ തന്നെ മാക്സിമം ഡിഫ്ലക്ഷൻ ഒക്കർ ചെയ്യും. ബിക്കോസ് സി ടു ഡി എന്ന് പറഞ്ഞ പോർഷനിലാണ് മാക്സിമം ഡിഫ്ലക്ഷൻ ഒക്കർ ചെയ്യുള്ളൂ, അവിടെയാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇത്രയും പാർട്സ് മാത്രം എടുത്താൽ മതി. കൂടെ എന്തും കൂടി എടുക്കണം, ഈ കോൺസ്റ്റന്റിന്റെ വാല്യൂവും കൂടി കൺസിഡർ ചെയ്യണം. C1ന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. ഇനി ഈ ഇക്വേഷനകത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? dy ബൈ ഡി എക്സ് 0 ആയിട്ട് കൺസിഡർ ചെയ്യണം, 0 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് വരും? ഈ ടേം 0 ആയിട്ട് പോകും. ഇവിടെ എന്ത് വരും? 100 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2, അത് 50x സ്ക്വയർ. പിന്നെ ഇവിടെ എന്ത് വരും? ഇത് നമ്മൾ ചെയ്യുമ്പോൾ 20 ബൈ 3 ഇൻറ്റു എക്സ് മൈനസ് 1 ദ ഹോൾ ക്യൂബ്. പിന്നെ C1ന്റെ വാല്യൂ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു, -583.33. ഇനി ആ ഇക്വേഷൻ സോൾവ് ചെയ്യുക. 50 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 20 ബൈ 3 ഇൻറ്റു എക്സ് മൈനസ് 1 ദ ഹോൾ ക്യൂബ് മൈനസ് 583.33 ഇസ് ഈക്വൽ ടു 0. ഇനി എന്ത് ചെയ്തു? ഇതിനെ a മൈനസ് ബി ദ ഹോൾ ക്യൂബിനെ എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ എക്സ് ക്യൂബ് മൈനസ് 1 മൈനസ് 3x സ്ക്വയർ പ്ലസ് 3x മൈനസ് 583.33 ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. അവിടെ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എഴുതി. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇതാണ്, -667.x³ പ്ലസ് 70x സ്ക്വയർ മൈനസ് 20x മൈനസ് 576.66 ഈസ് ഈക്വൽ ടു 0. ഇനി എന്ത് ചെയ്താൽ മതി? ഇത് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്താൽ മതി. സോൾവ് ചെയ്യുമ്പോൾ എന്താണ്? ക്യൂബ് ഉള്ളത് കൊണ്ട് നമുക്ക് എക്സിന് 3 വാല്യൂസ് കിട്ടും. ഇതൊക്കെയാണ് ആ 3 വാല്യൂസ്: -2.47, 9.129, 3.835. നമുക്ക് എന്തായിരുന്നു കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഡിഫ്ലക്ഷൻ ഏത് പോയിന്റിലാണ് മാക്സിമം ഒക്കർ ചെയ്യുന്നതെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ക്വസ്റ്റ്യനകത്ത് നമ്മുടെ ബീമിന് എന്തുമാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ? ബീം ആകെപ്പാട് 8 മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ ഇവിടെ എത്ര വന്നു? x2 എന്ന് പറഞ്ഞാൽ 9 വന്നു. അപ്പോൾ ഇതില്ല, ഡിസ്റ്റൻസ് ഒരിക്കലും നമുക്ക് നെഗറ്റീവ് വരില്ല, ഇതുമില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി ഏത് പോയിന്റിലാണ് മാക്സിമം ഡിഫ്ലക്ഷൻ ഒക്കർ ചെയ്യുന്നത്. Deflection will occur at a distance of maximum deflection will occur at a distance of 3.835 meter from A. അപ്പോൾ A ന്ന് 3.835 മീറ്ററിലാകുമ്പോൾ മാക്സിമം ഡിഫ്ലക്ഷൻ ഒക്കർ ചെയ്യും. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ മാക്സിമം ഡിഫ്ലക്ഷന്റെ വാല്യൂ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വീണ്ടും എന്ത് ചെയ്യും? ഡിഫ്ലക്ഷൻ ഇക്വേഷനിലേക്ക് x is equal to 3.83 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമുക്ക് നോക്കാം. സോ നമുക്ക് കിട്ടിയ മാക്സിമം ഡിഫ്ലക്ഷൻ അറ്റ് x is equal to 3.83 meters. ഇനി ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ, മാക്സിമം ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ കൺസിഡർ ചെയ്യണം. ഇതായിരുന്നു ഡിഫ്ലക്ഷൻ ഇക്വേഷൻ. ഈ y വരുന്ന ടേം, y ടേം വരുന്നിടത്താണ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ. ഇതിനകത്ത് നമ്മൾ ഇത്രയും പോർഷൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ബിക്കോസ് മാക്സിമം ഡിഫ്ലക്ഷൻ എവിടെയാണ് വരുന്നത്? സെക്കൻഡ് പാർട്ടിലാണ് വരുന്നത്. അതിൻ്റെ കൂടെ എന്തും കൂടി കൺസിഡർ ചെയ്യണം? ഈ കോൺസ്റ്റന്റ് ടേംസും കൂടി കൺസിഡർ ചെയ്യണം. ഇതിനകത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എക്സിൻ്റെ വാല്യൂ 3.83 എന്ന് പറഞ്ഞ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 3.83 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ആൻസർ -1404.69 കിലോ ന്യൂട്ടൺ മീറ്റർ ക്യൂബ് എന്ന് വെച്ചാൽ 50 കിലോ ന്യൂട്ടൺ ആണ്. 3.83 മീറ്റേഴ്സ് ആണ് കിലോ ന്യൂട്ടൺ മീറ്റർ ക്യൂബ്. ഇതിനെ ന്യൂട്ടൺ mm ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്തു.
എന്നിട്ട് ഇവിടെ എന്തുണ്ട് ഇ ഐ ഉണ്ട്, ഇ ഐ വൈ ഇസ് ഈക്വൽ ടു എന്നാണ് നമുക്ക് ഈ വാല്യൂ കിട്ടിയത്. ഇ ഐ വൈ ഇസ് ഈക്വൽ ടു, അതായത് വൈ മാക്സ്. അപ്പോൾ വൈ മാക്സ് ഇസ് ഈക്വൽ ടു എന്താണ്, ഇയുടെയും ഐയുടെയും വാല്യൂ എഴുതിയിരിക്കുകയാണ്. ആൻഡ് ദ ആൻസർ ഇസ് ഈക്വൽ ടു -16.33 millimeters. അപ്പോൾ മൈനസ് വാല്യൂ എന്തുവാ മീൻ ചെയ്യുന്നത്? മൈനസ് വാല്യൂ മീൻസ് ദാറ്റ് ദ ബീം വിൽ ഡിഫ്ലക്ട് ഡൗൺവേർഡ്സ്. ബീമിന്റെ ഡിഫ്ലക്ഷൻ ഡൗൺവേർഡ്സ് ആണ്, അതുകൊണ്ടാണ് അവിടെ നെഗറ്റീവ് വാല്യൂ കൊടുത്തിരിക്കുന്നത്. സോ റിമൈനിങ് പ്രോബ്ലംസ് നമുക്ക് ഓരോ ലെക്ചേഴ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ആൻഡ് താങ്ക് യു.